നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും കാണുന്ന വളരെ കുറച്ച് ചേരുവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി കൂടിയായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ബീട്രൂട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ ബീട്രൂട്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 250 ml കപ്പിന് 1 കപ്പുണ്ട്. അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മളിവിടെ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്കിത് ഈ ഒരു സ്റ്റൈലിൽ കൂടി ഒഴിച്ചൊന്ന് അരിച്ചെടുക്കാം. സ്റ്റൈലിൽ കൂടി ഒഴിച്ച് അരിച്ചെടുക്കുമ്പം മാക്സിമം നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ വേണം നമ്മൾ ഈ ജ്യൂസിങ് എടുക്കാൻ. ഇതുപോലെ ഒരു സ്പാച്ചില കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മളിവിടെ മാക്സിമം ജ്യൂസ് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റാം. ആദ്യം നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന കോൺഫ്ലോർ ആണ്. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് ചൂടായ ഈ ഒരു പാനിലേക്ക് നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകി കിട്ടിക്കോളും. ഇതിങ്ങനെ ഒന്ന് കുറുകി വന്ന് തുടങ്ങുമ്പം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവായി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നട്ട്സൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ആദ്യമേ ബൗളിൽ നെയ്യ് തേച്ചൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കിത് ഒഴിച്ച് ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഏകദേശം നമുക്കിത് 1 മണിക്കൂറൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ഇളകി കൊടുത്ത ശേഷം നമുക്കിത് ഈ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ ബീട്രൂട്ട് വെച്ച് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.